ഡാ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോ കാര്യം പറ. നിനക്കറിയില്ലേ നന്ദുവിനെ? പിന്നെ എന്റെ ലൈനല്ലേ. എടാ, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം അവനോടില്ല. സാഹചര്യം കൊണ്ട് സ്നേഹിച്ചു പോയതാ. എനിക്ക് ചെറുപ്പത്തിന്റെ ഒരാളെ ഇഷ്ടം. എടി കോഴി, നിനക്ക് ഒരേ സമയം രണ്ട് ലൈനാ. ഒന്ന് പോടാ. നിനക്കറിയാലോ, അന്ന് അവൻ ചാവൂന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് സമ്മതിച്ചു പോയതാ. എനിക്കറിയാടേ. നീ ഇപ്പൊ എന്താ നിന്റെ അടുത്ത പ്ലാൻ? അവനോടെല്ലാം തുറന്നു പറഞ്ഞ് ഇതിനൊരു തീരുമാനം എടുക്കണം. അപ്പൊ നീ അവനോട് വരാൻ പറയണ്ട? ഇല്ല. ചേട്ടൻ ജന്മനാ സിംഗിൾ ആണെന്ന് പറഞ്ഞത് ശരിയാണോ ചേട്ടാ? അതെ അമ്മു, അമ്മനെ കാണുന്നത് വരെ ഞാൻ സിംഗിൾ ആയിരുന്നു. ഇപ്പൊ മിംഗിളായി. എല്ലാം പറ്റിയോ? ഒന്നും പറ്റില്ല. ഓക്കെ, ഓക്കെ. നിനക്കെന്താ വട്ടായോ? എന്താ ഇപ്പത്തിന് ചിരിക്കാൻ? കൊറേ കാഴ്ചയിട്ട് ആരായാലും ചിരിച്ചു പോലെ. ഇതിന് മാത്രം ചിരിക്കാൻ അവിടെ എന്തോള്ളേ? നമുക്ക് കല്യാണൊക്കെ കഴിഞ്ഞേ അന്നോടെ ഇവിടെ വന്നെ. ഇവിടെ വേറെ സ്ഥലത്ത് പോയതേ. വേറെ എവിടെയാ? വേറെന്ന് വെച്ചാ നമുക്ക് വേറെ എവിടെയെങ്കിലും. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വന്നില്ലേ? ശരിയാ, നമുക്ക് വെറൈറ്റി പിടിക്കണം. നമുക്ക് അമ്മ പറ, ഇങ്ങോട്ടാ പോകണ്ടേ? എങ്ങോട്ടാണ്? നമുക്ക് ബദ്രീനാഥ് പോയാലോ? ബദ്രീനാഥ് വേണ്ട, അതൊരു പുണ്യ സ്ഥലല്ലേ. നമുക്ക് കുറച്ചുകൂടി ലോ ലെവലിൽ നോക്കാം. നമുക്ക് കുളു മണാലി പോയാലോ? തണുപ്പുണ്ടാവും. ആരാ ചേട്ടാ? എന്താ പറ്റി? ഒന്നുമില്ല. നീ എന്നെ പറഞ്ഞു പറ്റിക്കുവായിരുന്നല്ലോടാ പട്ടി. ഏതടേള് നീ ആരാടി എന്റെ ഏട്ടാനെ ചീത്ത പറയാൻ? മാറി. അത് കാലക്കി. അതെ, ഇവൻ ഭൂലോക കോഴിയാ, വേണേ രക്ഷോട്ടോ. നീ ഇതെങ്ങോട്ടാ? ഇനി മേലിൽ എന്റെ പുറം വന്നു പോരുത്. അവളും പോയി, ഇവളും പോയി, അടിയും കിട്ടി. അപ്പൊ അവന്റെ കാര്യം ഒരു തീരുമാനമായി. എടാ, അപ്പൊ അവളുടെ കാര്യോ? നിക്ക്, ഞാനുണ്ട്. എടി, നീ വിട്ടുകളാ, നീ സങ്കടപ്പെടാണ്ടിരിക്കും. എനിക്ക് സങ്കടമൊന്നുമില്ലടാ. അതെന്തായാലും പോയത് നന്നായി. ദയവായിട്ട് കാണിച്ചു തന്നല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ എനിക്ക് ചെറുപ്പം മുതൽ ഒരാളെ ഇഷ്ടമാണെന്ന്? അത് ശരിയാണല്ലോ. അതാരാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. എടാ, അത് പിന്നെ അത് നീ തന്നെയാ. ഞാനോ? ആടാ, നീ തന്നെയാ. എടാ, അപ്പൊ അവരുടെ കാര്യം അങ്ങനെ സെറ്റായി. ഇനി നമുക്കും ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒന്ന് സെറ്റ് ആക്കണ്ടേ? നല്ല കളക്ഷൻ ഉണ്ടല്ലോ. എന്നാ വാ, കറങ്ങിട്ട് വരാം. ഞാനും